ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കാനനച്ചാലയിൽ നമ്മുടെ വിക്രമും വേദയും പ്രണയം തുടങ്ങുവാണ്. അവർ മനസ്സിലെ പ്രണയം അറിയാതെ പറയുന്ന ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ വേദക്ക് വിശക്കുമ്പോഴേക്കും വിക്രം അവിടെ നിന്ന് പുഴയിൽ നിന്ന് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ട് അതിനെ വളരെ കഷ്ടപ്പെട്ട് കല്ലൊക്കെ കുറച്ച് തീയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തീയിലിട്ട് ചുട്ട് അവർ കഴിക്കുകയാണ്. അതിനുശേഷം ആ കാട്ടിലുള്ള പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അവർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടെ പോയാലാണോ റോഡ് എത്തുന്നത്, എവിടെ പോയാലാണ് ഒരു വീട് കാണുന്നതെന്ന് അറിയാതെ അവരിങ്ങനെ നടന്ന് പോകുമ്പോൾ രാത്രി ഇരുട്ടാട്ടോ. ഇരുട്ടുമ്പോൾ ആനയുടെ ഒച്ചയൊക്കെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അതേക്കുമ്പോൾ വേദൊക്കെ ആകെ പേടിയാവാണ്. ദേ എടി, ഇവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ, ആന വന്നാലേ ഓടണം എന്നൊക്കെ പറയാണ്. ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുമൊന്നുമില്ല, നീ എൻ്റെ പുറകിൽ ഓടി വന്നേക്കണം എന്നൊക്കെ വിക്രം പറയുമ്പോൾ വിക്രത്തിന് നല്ല നുള്ളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വേദ. അതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും ആനയും അതുപോലെ തന്നെ വന്യജീവികളൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി തീ നന്നായിട്ട് കത്തിച്ച് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വേദക്ക് നന്നായിട്ട് തണുക്കുമ്പോഴേക്കും വിക്രത്തിൻ്റെ ഷർട്ട് ഊരി വേദക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം വിക്രം തണുത്ത് വിറച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. രാവിലെ അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. യാത്ര ഇങ്ങനെ നടന്ന് അതായത് അവർ ഒരു പുഴയുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്, വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളത്തിൽ എന്തോ ഒരു കുപ്പിച്ചിൽ പോലത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ വേദയുടെ കാല കുപ്പിച്ചിൽ കയറുകയാണ്. വിക്രം ആ കുപ്പിച്ചിൽ കളഞ്ഞ് വേദയുടെ കാല് നന്നായിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ശേഷം വേദക്ക് ഒരുപാട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് വേദന പൊക്കിയെടുത്തിട്ട് വിക്രം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിക്രം വിചാരിക്കും വേദക്ക് ഒരു പണി കൊടുത്താലോ, ഒന്ന് പറ്റിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ഞാനൊന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വരാം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ വേഗം തന്നെ കയ്യും കാലും കഴുകൊണ്ട് ആ പുഴയുടെ അരികത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് വിക്രത്തിനെ കാണുന്നില്ല. വേദ ആകെ ടെൻഷനാവാണ്. വിക്രം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിക്രം എവിടെ വിളി കേൾക്കുന്നു. വിക്രം മരത്തിനുള്ളിൽ ഒളിച്ച് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വേദ ആകെ ടെൻഷനാവാണ്. ഈശ്വര വെള്ളത്തിലെങ്ങാനും പെട്ടുപോയെന്ന് വിക്രത്തിന് അങ്ങനെ ആലോചിച്ച് വേദന പൊട്ടിക്കരയാട്ടോ. അപ്പോഴേക്കും വിക്രം അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രം അടുത്തേക്ക് വരുമ്പോഴേക്കും വേദ ഇങ്ങനെ കുറുമ്പ് കാണിക്കുകയാണ്. എന്നെ പറ്റിച്ചാലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ അടിക്കുന്നുണ്ട്. ശേഷം വിക്രത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.